വെള്ളം കുടിക്കലിനെ കുറിച്ച് നമുക്ക് ധാരാളം സംശയമുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്, അബദ്ധധാരണയുണ്ട്. ഇത് ജന്തുക്കളിലെ മനുഷ്യന് മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾക്കൊന്നും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. അവരവർക്ക് ദാഹിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കും. അതൊരിക്കലും കൂടുതലാവാറുമില്ല, കുറഞ്ഞു പോകാറുമില്ല. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയാൽ, ബ്ലഡിന്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ വർദ്ധിക്കും, കിഡ്നിയുടെ വർക്ക് കൂടും. ഹാർട്ടിനായാലും ലിവറിനായാലും മസ്തിഷ്കത്തിനായാലും ശരീരത്തിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ അവതാളത്തിലാകും. അത് നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും, ഡീഹൈഡ്രേഷന് കാരണമായി തീരും, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. ഇനി വെള്ളം കൂടുതലായി കഴിഞ്ഞാലോ അതും ആപത്താണ്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബ്ലഡില് വാട്ടർ കണ്ടന്റ് കൂടും, അതിന്റെ ഫലമായിട്ട് ബ്ലഡിന്റെ കട്ടി കുറയും, അതും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. വാട്ടർ കുറയുമ്പോഴേ ബ്ലഡില് ഉപ്പിന്റെ അംശം കൂടുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉപ്പിന്റെ അംശം കുറയും, അത് പ്രഷർ കുറയാനിടയാക്കും. ഹൈപ്പോനാട്രീമിയ എന്നാണ് ഇതിന് പറയണത്. അതും ക്ഷീണത്തിനും തളർച്ചയും അതുപോലെ നമ്മളുടെ ദഹനേന്ദ്രിയങ്ങളുടെയും ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനത്തെ മുഴുവൻ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു കൃത്യമായ അളവില് ദിവസവും വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ സുഖവും സന്തോഷവുമായിട്ട് ഇരിക്കാൻ സാധിക്കും. 25 കിലോ ശരീരഭാരത്തിന് 1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കണം എന്നാണ് ഒരു സാമാന്യമായിട്ടുള്ള ധാരണ. ഞങ്ങൾ നാച്ചുറോപ്പതിക്കാർ സാധാരണ പച്ചവെള്ളം കുടിക്കാറാണ് പതിവ്. ഇന്ന് പച്ചവെള്ളത്തിന് എല്ലാവർക്കും പേടിയാണല്ലോ. നല്ല ശുദ്ധമായിട്ടുള്ള കിണറിലെ നാച്ചുറൽ ആയിട്ടുള്ള ടെമ്പറേച്ചറുള്ള വെള്ളം, ഇതാണ് മനുഷ്യന് ഏറ്റവും നല്ലത്. ഈ പച്ചവെള്ളമാണ് മറ്റെല്ലാ ജീവജാലങ്ങളും കഴിക്കുന്നത്. അവർക്ക് വലിയ ശരീരത്തിന് പ്രശ്നമൊന്നുമില്ലാതെ രോഗമില്ലാതെ ജീവിക്കുന്നുണ്ട്. കിട്ടാനില്ലെങ്കിൽ വെള്ളം ചൂടാക്കി ആറ്റി കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉയർന്ന ടാപ്പിൽ നിന്ന് വെള്ളം പിടിക്കുക. മോളിൽ നിന്ന് ഇങ്ങനെ കുറെ നേരം ചാടുമ്പോൾ അതിനകത്തുള്ള ക്ലോറിൻ കുറച്ച് വൈപ്രസ് ചെയ്ത് പൊക്കോളും. അതുപോലെ നാളത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഇന്ന് തന്നെ ശേഖരിച്ച് വയ്ക്കുക. ഒരു വട്ടമുള്ള പാത്രത്തിൽ ശേഖരിച്ച് വെച്ചാൽ ബാക്കിയുള്ള ക്ലോറിൻ കുറച്ചുകൂടി പോകാൻ അത് ഇടയായിത്തീരും. അങ്ങനെ ആവുന്നത്ര ശുദ്ധീകരിച്ച് വേണം പൈപ്പിലെ വെള്ളം ഉപയോഗിക്കാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കുടിവെള്ളത്തിൽ ഇപ്പോൾ അതിന്റെ ഗുണം വർദ്ധിപ്പിക്കാനെന്ന പേരിൽ മറ്റ് പല സാധനങ്ങളും ചേർക്കാറുണ്ട്. ആരോഗ്യമുള്ള ഒരാള് ഇത്തരം സാധനങ്ങൾ ഒന്നും ചേർക്കേണ്ടതില്ലെന്നാണ് പറയാനുള്ളത്. ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം കഴിച്ചാൽ മതി. ഇൻഫ്ലമേഷൻ ഉണ്ട്, നീർക്കെട്ടുണ്ട്, ശരീരത്ത് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, മേല് വേദനയൊക്കെ ഉള്ളവർക്ക് അവർക്ക് വേണ്ടി ചുക്കിട്ട വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ജീരകവെള്ളം കുടിക്കാം. അതുപോലെ യൂറിനറി പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ മല്ലിയിട്ട വെള്ളം കുടിക്കാം, എരിഞ്ഞിലിട്ട് വെള്ളം കുടിക്കാം, തഴുതാമയുടെ ഇലയിട്ട വെള്ളം കുടിക്കാം, ചെറുളിട്ട് വെള്ളം കുടിക്കാം. ചുമയും കഫക്കെട്ടും കൂടുതലുള്ളവർക്ക് അവർക്ക് ഇഞ്ചിയും തുളസിയുടെ ഇലയിട്ട് വെള്ളം കുടിക്കാം. ദഹനക്കുറവുള്ളവർക്ക് ഏറ്റവും നല്ലത് ചുക്കിട്ട വെള്ളമാണ്. പ്രമേഹമുള്ളവർക്ക് പ്ലാവിൽ ഞെട്ടിട്ട വെള്ളം കഴിക്കാം, തുളസി ഇലയിട്ട വെള്ളം കഴിക്കാം, ചെറുളിട്ട വെള്ളം കഴിക്കാം, തഴുതാമയിട്ട വെള്ളം കഴിക്കാം, മുക്കൂറ്റിയിട്ട് വെള്ളം കഴിക്കാം, പൂവളത്തിന്റെ ഇലയിട്ട് വെള്ളം കഴിക്കാം. ഏത് വെള്ളമായാലും ഒരു വെള്ളവും സ്ഥിരം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കൂടി വന്നാൽ 10 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം മാറി വേറെ വെള്ളം ഉപയോഗിക്കണം. ഈ കാര്യത്തില് രോഗികളും രോഗമില്ലാത്തവരുടെ വ്യത്യാസമൊന്നുമില്ല. ആരായാലും ഒരു വെള്ളവും സ്ഥിരം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് അവരുടെ ആരോഗ്യത്തെ കിടത്തി കളയാൻ കാരണമായി തീരും. ആഹാരത്തിനോടൊപ്പം വെള്ളം കുടിച്ചാൽ വായിൽ സലൈവ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കുറയും. ഒന്നുകിൽ ആഹാരത്തിന് കുറെ മുമ്പും അല്ലെങ്കിൽ ആഹാരത്തിന് കുറെ ശേഷവുമാണ് വെള്ളം കുടിക്കേണ്ടത്. അതുപോലെ ആഹാരത്തിനോടൊപ്പം തണുപ്പിച്ച് വെള്ളം കുടിക്കുന്നത് മഹാ അബദ്ധമാണ്. അതുകൊണ്ട് വേണ്ടത് നോർമൽ ടെമ്പറേച്ചറിൽ, നമ്മളുടെ പ്രകൃതിയിൽ ആ കാലാവസ്ഥയിലുള്ള ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് നമ്മൾ കഴിക്കേണ്ടത്. വളരെ ചൂട് കൂടിയ വെള്ളവും ചൂട് കുറഞ്ഞ വെള്ളവും ശരീരത്തിന് ദോഷമുണ്ടാക്കും. ഇത്തരം പ്രകൃതി അറിവുകളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇതെല്ലാം പഠിച്ച് ആരോഗ്യത്തോടെ സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും.